എറണാകുളത്തെ ക്രിസ്മസ് കാലത്തെ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് എക്സിബിഷൻ കം സെയിലിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. 1977 സ്ഥാപിതമായ എറണാകുളത്തെ ചെമ്പുമുക്ക് സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിന് എതിർവശത്തായിട്ടുള്ള സ്നേഹനിലയം എന്ന സ്പെഷ്യൽ സ്കൂൾ സംഘടിപ്പിച്ച ക്രിസ്മസിൻ്റെ ഏറ്റവും മനോഹരമായ ചില മുഹൂർത്തങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ ഓടിയെത്തിയത്. ചെറിയ കുട്ടികൾ തുടങ്ങി 54 വയസ്സുവരെയുള്ള ഏകദേശം 120 വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഇത്രയും പേർ പഠിക്കുന്ന മനോഹരമായ ഒരു ചെറിയ സ്പെഷ്യൽ സ്കൂളാണ് കൊച്ചിയിലെ സ്നേഹനിലയം. യേശുദേവൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ ദാസരികൾ എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകളാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡായ ഈ കുട്ടികൾ തങ്ങളുടെ കരവിരുതുകൾ കൊണ്ടൊരുക്കിയ ക്രിസ്മസ് സ്റ്റാറുകളും നക്ഷത്രങ്ങളും കേക്കും വൈനും തുടങ്ങി വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് ഈ എക്സിബിഷൻ ചെമ്പുമുക്കിലെ സ്നേഹനിലയത്തിൻ്റെ ഗ്രൗണ്ടിൽ. കുട്ടികളും അധ്യാപകരും ചേർന്നാണ് മനോഹരമായ ഈ കരകൗശല വസ്തുക്കൾ ഒരുക്കിയിരിക്കുന്നത്. കരകൗശല വസ്തുക്കൾ മാത്രമല്ല, നല്ല മനോഹരമായ രുചിയുള്ള ഭക്ഷണത്തിൻ്റെ കൗണ്ടറും കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. വാങ്ങുവാനായി എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്നു. മനോഹരമായ ഈ കരകൗശല വസ്തുക്കളും ഒപ്പം തന്നെ രുചികരമായ ഭക്ഷണവും കഴിച്ച് കുട്ടികളോടൊപ്പം ചെലവഴിച്ച് ആൾക്കാർ തിരിച്ചു പോകുന്നു. ഇതുതന്നെയല്ലേ ക്രിസ്മസിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം? ഈ കുട്ടികൾ സമൂഹത്തിന് ഏറെ ആവശ്യമുള്ളവരാണെന്നും സമൂഹത്തിന് ഫലപ്രാപ്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് കഴിയുമെന്നും തെളിയിക്കുന്നതാണ് ഈ എക്സിബിഷൻ. തീർച്ചയായും ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇവിടെ ഈ ഒരു ദിനം മാത്രമേ എക്സിബിഷൻ ഉള്ളുവെങ്കിലും ഡിസംബർ 18, 19 തീയതികളിൽ കേരള ഹൈക്കോടതി തന്നെ ഈ കുട്ടികളെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ വളപ്പിൽ 18, 19 തീയതികളിൽ ഇവരുണ്ടാവും. സ്നേഹനിലയത്തെക്കുറിച്ച് സിസ്റ്റർ ടിൻസി നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് 1977 ഈശോയുടെ തിരുഹൃദയ ദാസരികളാണ് ഇതിന്റെ കേരളത്തിൽ തുടങ്ങിയത്. പിന്നെ ഈ ഭിന്നശേഷിക്കാർ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. ചെറിയ കുട്ടികൾ തുടങ്ങി 54 വയസ്സുവരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ സ്നേഹവും കരുതലാണ് ഏറ്റവും കൂടുതലും പ്രചോദനമായത്. കാലത്തോടെ വൈകുന്നേരം വരെ അവരൊപ്പം ആയിരുന്നാലും ടയേർഡ് തോന്നാറില്ല. അവരുടെ പ്രസൻസും അവരുടെ സ്നേഹവും കരുതലും ഒക്കെ ഭിന്നശേഷി ആയിരിക്കണം. പിന്നെ അവരൊരു പാരൻസിന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കിത് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അവരുടെ വളർച്ചയ്ക്ക് പാരൻസും ടീച്ചേഴ്സും ഒന്നിച്ചു നിന്നാലേ അവർക്ക് നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റുകയുള്ളൂ. ടീച്ചർമാർ ഒറ്റ നോക്കിയാൽ ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കുന്നതല്ല. അപ്പൊ രണ്ടുപേരെയും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഓൾറൗണ്ട് സ്റ്റുഡൻസ് ആണ്. ചിലവർക്ക് ഡാൻസ്, പാട്ട്, മ്യൂസിക്, പിന്നെ മോണാക്ട്, മിമിക്രി, പിന്നെ ചെണ്ട, ബാൻഡ്, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചുറ്റിലുമുണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ഏറെ കഴിവുള്ള കുട്ടികൾ. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. സ്നേഹനിലയം ചെയ്യുന്നതും അത്തരമൊരു മഹത്തായ കർമ്മമാണ്. അത്തരത്തിലുള്ളൊരു കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്നേഹനിലയത്തിലേക്ക് കൊണ്ടുവരാം. അവർ ഭിന്നശേഷിക്കാരി ആയിരിക്കണം എന്ന് മാത്രമേ നിർബന്ധം പറയുന്നുള്ളൂ. മറ്റൊരു സാമ്പത്തിക ചെലവുകളും നിങ്ങൾക്ക് വരുന്നില്ല. സമൂഹത്തിന് ഉതകുന്ന ഫലപ്രാപ്തിയുള്ള ഒരു കുട്ടിയായി വളർത്തിയെടുക്കുവാൻ തീർച്ചയായും സ്നേഹനിലയത്തിലെ പ്രിയപ്പെട്ട ഈ സിസ്റ്റേഴ്സിന് കഴിയും എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്ക് ഏവർക്കും സ്നേഹനിലയത്തിലേക്ക് സ്വാഗതം. എറണാകുളം കാക്കനാട് റൂട്ടിൽ ചെമ്പുമുക്കിൽ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിന് എതിർവശത്തായാണ് സ്നേഹനിലയത്തിൻ്റെ മനോഹരമായ ഈ സ്പെഷ്യൽ സ്കൂൾ നിലകൊള്ളുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമുക്കും ആഘോഷിക്കാം ക്രിസ്മസ് ഈ കുരുന്നുകൾക്കൊപ്പം. ഇവരെയും നമുക്ക് നെഞ്ചോട് ചേർത്ത് നിർത്താം. കാരണം ഇവർ നമ്മുടെ കുട്ടികളാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് കാഴ്ചകൾ കഴിയുന്നില്ല, തുടരും.